പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ദൈവകൃപയാൽ ഇന്നു നാം വിശുദ്ധ നോമ്പിൻ്റെ 24-ാം ദിവസത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ 23 ദിവസങ്ങളിലും വിശുദ്ധ നോമ്പോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം നമുക്ക് നൽകിയ ആ അവസരത്തെ ഓർത്ത് നമുക്ക് ആദ്യം തന്നെ ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ദൈവ ഇഷ്ടത്താൽ ഇന്നു നാം തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചനം ഹഗായി പ്രവാചകൻ എഴുതിയ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ്. ഈ തിരുവചനം ഇങ്ങനെ പറയുന്നു: വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുണ്ടോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ തിരുവചനത്തിൽ ദൈവം പറയുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. ഇതൊരു സാധാരണ വാക്കല്ല, ഇതൊരു ദൈവിക പ്രഖ്യാപനമാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാം ദൈവം അനുഗ്രഹിക്കുന്ന സമയത്തെക്കുറിച്ച്. ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ ആലയത്തെ പണിയാതെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം വലിയ തിരക്കിലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ദൈവം അവരുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തടഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ എന്നാണ്. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു ആത്മീയ സത്യമാണ്. ദൈവത്തെ നിന്റെ ജീവിതത്തിൽ എന്തിനും ഏതിനും ഏതു കാര്യങ്ങൾക്കും ആദ്യം മുൻതൂക്കം പ്രയോറിറ്റി നൽകിയില്ലെങ്കിൽ ഫലം കുറയുക തന്നെ ചെയ്യും. അത് ഭൗതിക കാര്യങ്ങളായാലും ആത്മീയ കാര്യങ്ങളിലായാലും. എന്നാൽ ജനങ്ങൾ പിന്നീട് ദൈവത്തിലേക്ക് തിരിഞ്ഞതായി നാം ഈ വാക്യത്തിൽ കാണുന്നുണ്ട്. അവർ സ്വന്തം ഭവനങ്ങളെ പണിയുന്നത് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ ആലയ നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു: ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇതാണ് അനുസരണത്തിൻ്റെ ശേഷം വരുന്ന അനുഗ്രഹം. ദൈവം എല്ലായ്പ്പോഴും അനുസരണം ഇഷ്ടപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു: നിങ്ങൾ മനസ്സുവച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കുമെന്നാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹം പലപ്പോഴും അനുസരണത്തിൻ്റെ ശേഷമാണ് വരുന്നത്. ഇസ്രായേൽ ജനങ്ങൾ അനുസരിച്ചു. അപ്പോൾ ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു നൽകി. ആമേൻ. ഇത് നമ്മുടെയും ജീവിതത്തിൻ്റെ സത്യമാണ്. പ്രിയ ദൈവമക്കൾ, ദൈവം പുതിയ ഒരു തുടക്കം നൽകുന്നു. ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക: ഇന്നു മുതൽ എന്നാണ്. അതായത് ദൈവം ഒരു പുതിയ തുടക്കം നൽകുന്നു. ഇന്നലെ എന്നത് ഒരു പരാജയമായിരുന്നേക്കാം, ഇന്നലെ നഷ്ടമുണ്ടായിരിക്കാം, ഇന്നലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലായിരുന്നേക്കാം. എന്നാൽ
ദൈവം പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ, ഹല്ലേലൂയ. അനുഗ്രഹം വരുന്നതിനു മുമ്പേ ദൈവം പ്രവർത്തിക്കും. പലപ്പോഴും അനുഗ്രഹം കാണുവാൻ സമയമെടുക്കും. വചനം പറയുന്നു, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലേ? അതിന്റെ അർത്ഥം ഇപ്പോൾ ഫലമൊന്നും തന്നെ കാണുന്നില്ല. പ്രസന്റ്ലി അവിടെ ഫലങ്ങൾ ഒന്നും തന്നെയില്ല എന്നതാണ്. എന്നാൽ ദൈവം ഇതിനകം തന്നെ അനുഗ്രഹം പ്രഖ്യാപിച്ചു. അനുഗ്രഹം ആദ്യം ദൈവത്തിന്റെ വാക്കിനാൽ വരുന്നു, പിന്നീടത് ജീവിതത്തിൽ പ്രത്യക്ഷമാകും. ഒരു വൃക്ഷം അതിൻ്റെ ഫലം കായ്ക്കണമെങ്കിൽ ആദ്യം അത് തളിർക്കണം, അതിൽ പൂവുണ്ടാകണം, പിന്നീടത് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കും. അതിന് ചില സമയങ്ങൾ അനിവാര്യമാണ്. ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉറപ്പുള്ളതാണ് പ്രിയ ദൈവമക്കളെ. മാലാഖി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഉറപ്പാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പോൾ അത് തടയുവാൻ ആർക്കും കഴിയുകയില്ല പ്രിയ ദൈവമക്കളെ. കണ്ണുനീരിനു ശേഷമാണ് സന്തോഷമുണ്ടാകുന്നത്. അതാണ് സങ്കീർത്തന പുസ്തകം 126-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം കാണുന്നത്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ആമേൻ, ഹല്ലേലൂയ. ഈ വിശുദ്ധ നോമ്പ് കാലം എന്ന് പറയുന്നത് ആത്മീയമായി വിതയ്ക്കലാണ്. പ്രാർത്ഥനയും ഉപവാസവും അതിലെ വിത്തുകളാണ്. അതിൻ്റെ അനുഗ്രഹം കൊയ്ത്തായി കറ്റ ചുമന്നും ആർപ്പോടെയും കൂടി വരും. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ധ്യാന തിരുവചനത്തിൽ ദൈവം നമ്മോട് പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ആരോഗ്യം, ജോലി സ്ഥലങ്ങളും ജോലി മാർഗങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ആത്മീയ ജീവിതം പുതുക്കപ്പെടട്ടെ. ഈ വിശുദ്ധ നോമ്പിന്റെ ഈ ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാക്കട്ടെ. അവസാനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വാഗ്ദാനം പോലെ ഇന്നു മുതൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ജീവിത മാർഗങ്ങളെയും ഞങ്ങളുടെ ആത്മീയ യാത്രയെയും നിന്റെ കൃപ കൊണ്ട് തമ്പുരാനെ അവിടുന്ന് നിറയ്ക്കണമേ. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, സ്തോത്രം, ഹല്ലേലൂയ.